എന്റെ മുളക് ബജിക്ക് വെറുതെ കാണിക്കാട്ടാ. അയ്യോ വേണ്ട. ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ മുളക് ബജി ഈറ്റിംഗ് ചലഞ്ച് ആണ്. അപ്പൊ നമ്മൾ ഒരു പെട്ടി മുളക് ബജി മേടിച്ചിട്ടുണ്ട്. അതില് പകുതി മുളക് ബജി മാത്രം അവിടെ എടുത്തിട്ടുള്ളൂ കേട്ടാ. അപ്പൊ ഓരോ മുളക് ബജിക്ക് 100 രൂപ വെച്ചില്ല. 3 മുളക് ബജി കഴിച്ചു കഴിഞ്ഞാൽ 100 രൂപ. പിന്നെ ഇതിലൊരു റൂള് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പാടില്ല. ഇവര് രണ്ടാളെ 50 പൈസ വീണാലും അവിടെ ചാടി വീണ ആൾക്കാരാ. ഇത് 2 ഫണ്ട് എന്റെയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് വിൻ ചെയ്യണം ആഗ്രഹമുണ്ട്. പല്ലില്ലാന്നുള്ള പേരെന്നെ ഉള്ളൂ. 1 2 3 സ്റ്റാർട്ട്. ഒന്നിവിടെ ബീഫും കായായിരുന്നു. അതുകൊണ്ട് ഞാൻ തോനെ ചോറുണ്ട്. അതുകൊണ്ട് എനിക്കിത് ഫുൾ തോന്നുന്നില്ല. മൂന്നാമത്തെയാ 2 നൂറാക്കിയാലോ? 200 കേട്ടാ. അഭിനയ സിംഹല്ലേ. അച്ഛനറിയണ്ടോന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാ? എന്റെ കുറച്ച് പരിശോധിച്ച് നോക്കുന്നത് നോക്കട്ടെ. ഓ ഭഗവാനെ, എന്റെ പൈസ കൺമുന്നിലൂടെ പോണു. കടുപ്പുള്ള മിളകാണ് എരിഞ്ഞിട്ടാണ് അല്ലേ? ഞാൻ ആ ചേട്ടനോട് പ്രത്യേകം പറഞ്ഞായിരുന്നു, ചേട്ടൻ നല്ല മുഴുത്ത മുളക് നോക്കിട്ടോളാം. 3 അവിടെ ആള് തീറ്റ മത്സരത്തിൽ കൊണ്ടുപോയിട്ട് ഒരു തീറ്റപ്പാടെ മുളക് ഒന്ന് കഴിഞ്ഞോട്ടാ. അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? ഒരെണ്ണം കഴിക്കാൻ പറ്റുമോ? നമ്മൾ തോറ്റു. പോട്ടേമ വിളിക്കണേ. പറ്റൂന്ന് നോക്കിക്കോ. സമാവാത്തും ബുറാക്കിലറി. എന്റെ 2 എണ്ണമായി. ഞെട്ടിയുടെ നെട്ടില്ലേ? നെട്ടില്ലാത്ത മുളകാർന്നത്. അതെ, എനിക്ക് എന്നാണ് കിട്ടു വലുത്. മതിക്ക് കാണാണ്ട്. അയ്യോ, എനിക്ക് നല്ല എരിവുള്ളത് കിട്ടിയേക്കണേ. ഞാൻ ഭയങ്കര സത്യസന്ധതയുള്ള എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. എന്റെ പൈസ ഈ കൺമുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കും. അത് കിട്ടാൻ ഞാൻ ഏതറ്റം വരെ വേണമെങ്കിൽ പോകും. എനിക്ക് 2ാമത് കിട്ടിയത് എത്രാമത്തെയാ? 6. ഞാൻ പറഞ്ഞ ഒന്നും ഇണ്ടാണ്ടിരുന്ന എന്റെ മുളക് ബജിക്ക് മാത്രമായിരുന്നു. ഒരു 100 രൂപയെങ്കിലും എടുക്കാൻ പറ്റും കർത്താവേ. എല്ലാവരും ഉണ്ട് ഇതിന്. എന്റെ ദൈവമേ, നിങ്ങളുടെ കൂടെ ചലഞ്ച് ചെയ്താൽ ഞാൻ തോക്കുള്ളൂ. 2 എണ്ണം ഒരുമിച്ച് കാഞ്ഞ ബുദ്ധി 2 ഇതൊക്കെ എവിടേക്ക് പോണേ? എനിക്ക് ഇതുവരെ 100 പോലും കിട്ടിയിട്ടില്ല. വേണ്ട. പക്ഷെ എന്നാലും ഞാൻ കുത്തി വരുന്നത് നല്ല തലവേദന. ഞാനൊന്നൊക്കെ എടുക്കട്ടെ. എനിക്കൊരു 100 രൂപയെങ്കിലും മിച്ചം വെക്കണേ. ഇതൊന്നും കഴിക്കാൻ പറ്റണില്ല. ഈ മുളക് അടിച്ചു നോക്കിയ ഒരു മുഴുത്ത മുളക്. പണി കിട്ടിയിട്ട് 300 കിട്ടിയാ? 300 കിട്ടിയാ? ഇത് 300 എന്റെ വേണമെങ്കിൽ എന്താ വേണം നോക്കി. പല്ല് വേന എടുക്കണോ? അണപ്പല്ല് വേന എടുക്കണ്ട. എന്ത് പല്ല് അച്ഛനെ ശബ്ദം
തിന്നാൻ പറ്റാത്ത ശബ്ദങ്ങൾ പലതും ഉണ്ടാക്കും. ബാബാ പറയുമ്പോ വായിൽ വെക്കാൻ പറ്റില്ലേക്ക്. മതി ഞാൻ നിർത്തി. അത് പറ്റില്ല. മത്സരത്തില് നക്കം വേണ്ടി ഇത് കൈയോടെ മത്സരിക്കണം. എത്രയായി? 2, 4, 6, 7. ഓരോട് നിന്നാക്കി കിട്ടും. പതുക്കെ മതി. എന്തെല്ലാവരും പുകഞ്ഞിരിക്കണേ, എനിക്ക് തിന്നാൻ പറ്റുമോ? എന്നെ മനഃപൂർവ്വം തോൽപ്പിക്കാളോ. മകുടി ഊതണ്ട. ഞാൻ അവരുടെ കൂടെ കളിക്കണ മത്സരത്തിലൊക്കെ തോക്കുക. 100 വേണ്ട, 100 വേണ്ട, 50 വേണ്ട. കിട്ടാ എടുത്തുവച്ചാ മതിയാ. മണിക്കൂറുണ്ടാക്കിയ മിളകാ. ഞാൻ ഒരെണ്ണം കഴിച്ചിട്ടുള്ളൂ, പിന്നെ ഒരെണ്ണത്തിന്റെ മുക്കാ ഭാഗം കഴിച്ചിട്ടുള്ളൂ. അതങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ലേ? പറ്റണില്ലെങ്കിൽ മൂട് ഭാഗം നല്ല എരിവുണ്ട് അതിന്. ഇത് മുഴുത്ത മിളകാ. അത് തന്നെ എരിവ് കിട്ടിയതാ. ഈ ലാസ്റ്റിലത്തെ മാത്രമേ എരിവ് കിട്ടിയിരുന്നു. ബാക്കിയൊന്നും ആദ്യത്തെ 2 എണ്ണം നല്ല എരിവുണ്ടായിരുന്നു. കേട്ടാ അടുത്ത് കഴിക്കാൻ പോകും. ഓരോന്ന് പറയലേട്ടാ നീ. ഈ കാശ് കണ്ടോടത്ത് കമിഴ്ന്ന് വീഴാന്ന് പറയുന്നത് കേട്ടത്. ഇത് കമിഴ്ന്നിട്ടും അതിനപ്പം ഇത് കാശ് വേണ്ടല്ലേ, ഒരു മത്സരമാണ്. എന്നെ തോൽപ്പിച്ചോ ചെയ്യണതാണോ? നമ്മൾ മത്സരത്തിൽ പങ്കാളിയാവുക, അത് തോൽക്കാൻ പാടില്ല. കഴിഞ്ഞ പ്രസംഗിക്കാം. ഞാൻ മത്സരത്തില് ബംഗാളിയാവുക, എന്റെ കാശൊക്കെ പോവുക. നല്ല എരിവ്. അത് വെറുതെ കാണിക്കാട്ടാ. അയ്യോ വേണ്ട വേണ്ട. വെള്ളം കുടിക്കാൻ പാടുക. ആവശ്യമില്ലെങ്കിൽ നിർത്തിക്കോ. അപ്പൊ നമ്മുടെ ഈ മത്സരത്തിൽ നിങ്ങക്ക് എത്ര അടിച്ചു? 400. 300 അടിച്ചിട്ടുള്ളൂ എനിക്ക്. ഇതൊരെണ്ണ 600. അപ്പൊ 200 അവിടെ പോയി. 200 600 അടിച്ചാ? എനിക്കോ ഇന്നത്തെ ചലഞ്ച് വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ. അച്ഛന് ഛർദ്ദിക്കാൻ വന്നിട്ട് അച്ഛൻ അവിടെ പോയി ഛർദ്ദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. എനിക്ക് ഇവർ രണ്ടാളും ഛർദ്ദിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി വോമിറ്റിംഗ് ടെൻഡൻസി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വാതിലടച്ച് ഇവിടെ ഇരിക്കുകയാണ്. അവരുടെ ഓക്കാനം കേൾക്കുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. പക്ഷെ ഞാൻ അധികം കഴിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല ഈ ഒരു ചലഞ്ച്. മാക്സിമം കൂടിപ്പോയി ഒരു 3 മുളക് ബജിയൊക്കെ തിന്നാം. പക്ഷെ അച്ഛൻ 12 എണ്ണം തിന്നു.